ഫാമിൽ ഈ വർഷം നട്ട മഞ്ഞളുകൾ പറിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 30 സെന്റ് സ്ഥലത്താണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാപ്പിക്ക് ഇടവിളയായിട്ടാണ് മഞ്ഞൾ നട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങളുടെ ഫാമിൽ വിത്തിനുള്ള എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും പറിച്ചെടുത്തത്. എന്നാൽ മഞ്ഞൾ ആ സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ സാധിച്ചില്ല. കാപ്പി പറിക്കുന്ന പണിയായും അവിടുത്തെ തിരക്കുകളും ആയതുകൊണ്ടായിരുന്നു. ഇപ്പോൾ കാപ്പി പറി കഴിഞ്ഞ ഉടനെ പിന്നെ നിലാവ് വീണ്ടും വന്നു. പിന്നെ നിലാവ് മാറിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത് കളച്ചെടുക്കുന്നത്. നല്ല നിലാവുള്ള സമയത്ത് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ചേന, ചേമ്പ്, അത് മഞ്ഞൾ ഇതൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കുത്തിപ്പോയി കേടുവന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിലാവ് മാറിയതിനു ശേഷം, ഇപ്പൊ ഇരുട് വന്നതിന് ശേഷമാണ് വീണ്ടും ഇതൊക്കെ പറിച്ചെടുക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ തോട്ടത്തിന്റെ പല ഭാഗത്തായിട്ടാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം മഞ്ഞൾ മാക്സിമം മണ്ണിലെ കേടുകളെല്ലാം വലിച്ചെടുക്കും. അപ്പൊ തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തും മഞ്ഞൾ കൃഷി ചെയ്തു വരുമ്പോൾ ആ ഭാഗത്തുള്ള മണ്ണുകളെല്ലാം നല്ല ക്ലിയറായി കിട്ടും. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷം നട്ടത് കാപ്പിക്ക് നല്ല കാപ്പി തിങ്ങിയ ഒരു ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഉറപ്പാണ് ഈ മണ്ണിനൊക്കെ. കാപ്പിയുടെ ചെടവേരും അങ്ങനെ ഉള്ളതുകൊണ്ട് അതിൽ സംഭവിച്ചത് ഒന്ന് പറിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായി. മറ്റൊന്ന്, മഞ്ഞളിന് വേണ്ടത്ര വണ്ണം വന്നില്ല. എന്താ വെച്ചാൽ മണ്ണ് നല്ല ടൈറ്റ് മണ്ണായിരുന്നു. കാപ്പിയുടെ വേരുകൾ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് മണ്ണ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് വേണ്ടത്ര വലുപ്പം മഞ്ഞളിന് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, മഞ്ഞൾ വിളവൊക്കെ അത്യാവശ്യത്തിനുണ്ട്. എന്നാലും വണ്ണം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറപ്പും കൂടിയിട്ടുണ്ട് പറിച്ചെടുക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ചെയ്താൽ ഓരോ ഭാഗത്തും മണ്ണ് ക്ലിയർ ആയി കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾ കാപ്പിക്ക് ഇടയിലായിട്ടും ഇത്ര റിസ്ക് ഉള്ള സ്ഥലത്തായിട്ട് ഇത് നട്ടു പോകുന്നത്. ഈ വർഷം ഇതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് അടുത്ത 25 സെന്റ് 30 സെന്റ് സ്ഥലത്ത് വീണ്ടും മഞ്ഞൾ നട്ടു കൊടുക്കും. നല്ല വെളിച്ചവും അതുപോലെ തന്നെ കാപ്പി ചെടി അത്ര ഇല്ലാത്ത ഭാഗത്തുള്ള മഞ്ഞളിന് നല്ല വണ്ണമുണ്ട്. അവിടെ മണ്ണിന് ഇളക്കം കൂടുതൽ കൊണ്ടാണ് നല്ല വണ്ണം കിട്ടിയത്. എന്നാൽ കാപ്പിയുടെ അടിയിലായിട്ടൊക്കെ വരുന്ന ഭാഗത്ത് വരുന്ന മഞ്ഞൾ വണ്ണം കുറവാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്നാലും അടുത്ത വർഷം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഭാഗം കിട്ടും. കാപ്പിച്ചെടി കൂടുതലുള്ള ഭാഗം ഉണ്ടാവും നടുന്ന സ്ഥലത്ത്, എന്നാൽ കുറവുള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിനിടയിലായിട്ട് 2 വലുപ്പത്തിൽ കിട്ടിയാലും നമ്മൾ മെയിനായിട്ട് കാണുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞളൊക്കെ കിട്ടുന്നതിലുപരി മണ്ണ് നല്ല ക്ലിയർ ആയി കിട്ടും. അതാണ് ഞങ്ങൾ മെയിനായിട്ട് മഞ്ഞൾ കൃഷിയോട് ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ തന്നെ ഇതിന്റെ പൊടികൾ വിൽക്കുന്നതും മറ്റും നല്ല ലാഭകരം തന്നെയാണ്. 2 ദിവസമായി ഞങ്ങൾ മഞ്ഞൾ പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തോടുകൂടെ മഞ്ഞൾ പറിച്ചെടുത്ത് തീർക്കണം. ഇപ്പൊ നിലാവ് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിലാവാവും. അതിന് മുന്നായിട്ട് ഏകദേശം എല്ലാം പറിച്ച് തീർത്ത് ഇതിന് വിത്തിനുള്ളതെല്ലാം മാറ്റി വെക്കണം. വിത്തിനുള്ളതൊക്കെ നിലാവ് വന്നു കഴിഞ്ഞ് പറിക്കുകയാണെങ്കിൽ എല്ലാം കുത്തിപ്പോകും. നമ്മൾ നടാനാകുമ്പോഴത്തേക്കും വിത്തെല്ലാം കുത്തിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ ഇത് പറിച്ചു തീർക്കുന്നത്. നല്ലവണ്ണം മണ്ണ് ഉണങ്ങിയത് കാരണം തന്നെ വേരുകളെല്ലാം നല്ല നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ അത്രയൊന്നും പണിയില്ല. മഞ്ഞളുടെ മണ്ണും മറ്റ് വേരുകളൊക്കെ നശിച്ചു പോയതുകൊണ്ട് നല്ല വൃത്തിയുള്ള മഞ്ഞളായിട്ട് തന്നെ കിളച്ചെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ വേര് പൊട്ടിക്കാനോ അതുപോലെ തന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാനോ ഒന്നുമില്ല. ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മണ്ണൊക്കെ നല്ല ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ വേനലിൽ മഴയൊക്കെ കിട്ടിയതിന് ശേഷം കളക്കുകയാണെങ്കിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇതിൽ ഒട്ടി നിൽക്കും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്കിത് വിത്തിനുള്ള അതിൻ്റെ തള്ളകൾ, ഇതാണ് തള്ള എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വിത്ത് ഇതാണ് നമ്മൾ നടാൻ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനും മറ്റൊക്കെ കഴിയുന്നുണ്ട്. പറിച്ചിടുന്നത് ഇതുപോലെ ഓരോ ഭാഗത്ത് കൂട്ടിയിടും. അത് നമ്മൾ കൊട്ടയിലാക്കിയിട്ട് ട്രോളിയിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോകുന്നത്. ഫാമിൽ തന്നെ നമ്മൾ വീടിൻ്റെ ഒരു ഭാഗത്ത് ഇത് കൂട്ടിയിട്ടതിന് ശേഷം ഇതിൽ നിന്ന് വേണം ഇതിന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വിത്തിനുള്ളതും പുഴുങ്ങാനായിട്ടുള്ളതൊക്കെ ആയിട്ട് മാറ്റിയിടാനുള്ളത്. അപ്പം ഇത് കൊട്ടയിലാക്കിയിട്ട് നേരെ ട്രോളിയിൽ ഇട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ മഞ്ഞൾ കൃഷി ചെയ്തതൊക്കെ ഫാമിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ തോട്ടത്തിൻ്റെ ഏകദേശം ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാമും ഇത് നിൽക്കുന്നത് കുറച്ച് ദൂരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ട്രോളിയിൽ ഇട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. നടാനൊക്കെ നല്ലത് നമുക്ക് ഈ തരത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് അടുത്ത വിത്തിനായിട്ടുള്ളതൊക്കെ മാറ്റി വെക്കുന്നത്. ഇതൊക്കെ നല്ല അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ വിളവ് കിട്ടിയൊരു മഞ്ഞളിൻ്റെ ഒരു കഷ്ണമാണ്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വിളവുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ കാപ്പിയുടെ വേരും കുറവുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ കിട്ടുന്നതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാവുണ്ട്. ഇതൊക്കെ വലിയ പാവുള്ളതാണ്. അത്യാവശ്യം വണ്ണവുമുണ്ട്. പാവും വണ്ണവും കൂടുതൽ കിട്ടുന്നത് നല്ല വെളിച്ചത്ത് വരുമ്പോഴാണ്. പക്ഷെ നമ്മൾ എല്ലാ ഭാഗത്തും നടുന്നത് കൊണ്ട് കുറച്ചൊക്കെ ചോലയിലും ആയി പോകുന്നുണ്ട്. പിന്നെ ഇഞ്ചിയുടെ അത്ര ചോല പ്രശ്നമില്ലാത്ത കൃഷിയാണ് മഞ്ഞൾ കൃഷി. മഞ്ഞൾ ചോലത്താണെങ്കിലും വളരുകയൊക്കെ ചെയ്യും. ഇഞ്ചിക്ക് ചോല വന്നു കഴിഞ്ഞാൽ പാവും അതുപോലത്തെ ഇഞ്ചി വളരെ കുറവായിരിക്കും കിട്ടുന്നത്. കിളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് കിളച്ചതിന് ശേഷമുള്ള പണികൾ മണ്ണ് നല്ല ഉണങ്ങിയതുകൊണ്ടും നല്ല ടൈറ്റ് ആയതുകൊണ്ടും പണികൾ കുറഞ്ഞു കിട്ടുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമാണ്. ക്ലീനിങ്ങിൻ്റെ പണി നമുക്ക് ഏകദേശം വരുന്നേ ഇല്ല.
നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പൊട്ടിയതും ഇതാക്കെ വന്ന മഞ്ഞളൊക്കെ മാക്സിമം നമ്മൾ പുഴുങ്ങാനിട്ട് നേരത്തെ തന്നെ പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. കൈക്കോട്ടിന്റെ കൊത്തൊന്നും കൊള്ളാത്ത നല്ലത് മാത്രമാണ് വിത്തിനെടുത്ത് വെക്കുകയുള്ളൂ. ഇഞ്ചിയൊക്കെ നമ്മൾ പാവ് പൊട്ടാതെ വേണം കളച്ചെടുക്കാൻ. മഞ്ഞൾ ഇനി പൊട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ ഉണക്കി പൊടിക്കുന്നത് കൊണ്ട് ഇതൊന്നും പാവോടെ കൂടെ കിട്ടണമെന്നില്ല. പക്ഷെ ഇഞ്ചി നമുക്ക് എപ്പോഴും മാർക്കറ്റിങ് നല്ല പാവ് കിട്ടണം. ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ മാർക്കറ്റ് പോകും. അപ്പോൾ ഇഞ്ചി കളച്ചെടുക്കുന്ന അത്ര ശ്രദ്ധ മഞ്ഞൾ കളച്ചെടുക്കുമ്പോൾ വേണ്ട. ഇന്നും കൊത്തിപ്പോയാലൊക്കെ നമുക്ക് അതൊക്കെ പൊടിയാക്കി എടുക്കുന്നതിൽ ഉപയോഗിക്കാം. മഞ്ഞൾ നട്ട പോലെ തന്നെ തോട്ടത്തിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറിച്ചെടുത്തത് ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി മാത്രമാണ്. അത് വിത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ ഇഞ്ചി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് വില കുറവാണ്. അത് നോക്കിയിട്ട് വേണം മറ്റേ ഇഞ്ചിയും പറിച്ചെടുക്കാനായിട്ട്. അപ്പം അത് ഏകദേശം മഴയൊക്കെ തുടങ്ങുമ്പോഴേ മുന്നായിട്ട് തന്നെ പറിച്ചെടുത്താൽ മതി. മഞ്ഞൾ ഇപ്പോൾ വിത്തിന്റെ ആവശ്യത്തിനായതുകൊണ്ടും അതുപോലെ തന്നെ പൊടിക്ക് ധാരാളം ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കുന്നത്. വിളവ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് 1-2 കൂട്ടം പറിച്ചാൽ തന്നെ നമുക്ക് ഇത്രയും മഞ്ഞൾ കിട്ടും. കുറവുള്ള സ്ഥലത്ത് നിന്ന് 1-2 ഏരി കളച്ചാലാണ് ഇത്രയും മഞ്ഞൾ കിട്ടുന്നത്. അതാണ് ഇതിന്റെ വിളവിൽ തമ്മിലുള്ള വ്യത്യാസം. വെളിച്ചമുള്ള സ്ഥലത്ത് ധാരാളമായിട്ട് മഞ്ഞളുകൾ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ 1-2 കട കളച്ചപ്പോഴാണ് ഒരു കൊട്ടയോളം മഞ്ഞൾ കിട്ടിയിട്ടുള്ളത്. ഈ കിളയ്ക്കാൻ പോകുന്നത് ഞങ്ങൾ നട്ട മഞ്ഞളല്ല. ഇതുപോലെ തന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് 1-2 വിത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോകും. അത് വെറുതെ തന്നെ മുളച്ചിട്ട് ഉണ്ടായ ഒരു കൂട്ടമാണ്. അപ്പോൾ നമ്മൾ തോട്ടമെല്ലാം ക്ലീൻ ചെയ്ത് കാപ്പി പറിക്കും പിന്നെ തോട്ടം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞൾ നശിച്ചു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു ഇന്ന സ്ഥലത്ത് മഞ്ഞൾ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ സ്ഥലമാണിത്. ഇങ്ങനെ തോട്ടത്തിൽ പല ഭാഗത്തും മഞ്ഞളുണ്ട്. അപ്പോൾ അതൊന്ന് കളച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് അതിന് വിളവ്. ഇത് കാര്യമായ ഒരു പരിചരണം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇത് വെറുതെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിത്ത് വീണിട്ട് തോട്ടത്തിൽ ഉണ്ടായൊരു മഞ്ഞളിന്റെ കൂട്ടമാണ്. അതൊന്ന് കളച്ച് നോക്കാം. അതിൽ അത്യാവശ്യം മഞ്ഞൾ മേലെ തന്നെ പൊന്തി വരും. നമ്മൾ മണ്ണൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് മഞ്ഞൾ മുകളിലോട്ടായിട്ട് പൊന്തി വന്നിട്ടുള്ളത്. ഇങ്ങനെ പടുമുള മുളച്ചതിൽ നിന്നൊക്കെ ശരിക്ക് ഒരു കൂട്ടത്തിൽ നിന്നൊക്കെ 3 കിലോ മുതൽ 4 കിലോ വരെയൊക്കെ മഞ്ഞൾ കിട്ടാറുണ്ട്. ഇത് എത്രത്തോളം ഭാഗത്തോട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ അപ്പൊ ഒന്ന് കളച്ച് നോക്കി മാത്രമേ ഇത് മറ്റേ ഏരിയയിലാകുമ്പോൾ നമുക്കറിയാം എല്ലാ ഭാഗത്തും ഉണ്ടാവും. ഇതിന് അത്യാവശ്യം മഞ്ഞളുണ്ട്. നല്ല രീതിയിൽ മഞ്ഞൾ ഇതൊക്കെ നമ്മൾ നടാതെ തന്നെ നമുക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ്. ഇതിങ്ങനെ കളച്ചെടുക്കുന്നത് അടുത്ത വർഷം വീണ്ടും ഇതുപോലെ തന്നെ പല ഭാഗത്തും പുതിയതായിട്ട് മുളച്ചു വരും. എന്നാലും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കളയ്ക്കാൻ വിട്ടുപോയതാണ്. നമ്മളിങ്ങനെ മുളച്ച് അതുകൊണ്ട് ഈ വർഷം തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് തന്നെ മഴ പോകുന്ന സമയത്ത് തന്നെ ഇത് ഉള്ള ഭാഗം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേത് ഇതിൻ്റെ ഇലകളെല്ലാം ചീഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ സ്ഥലം മനസ്സിലാവില്ല. ഇതൊക്കെ കഴിഞ്ഞെല്ലാം കളക്കാത്തതുകൊണ്ട് അതിൻ്റെ പയക്ക് കേടായി പോയതാണ്. എല്ലാ വിളകളും അതാത് വർഷം തന്നെ കളച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കേടായി പോകും. ഇത് കഴിഞ്ഞ വർഷത്തെ മഞ്ഞളാണ് ഇപ്പോൾ കേടായി പോയിട്ടുള്ളത്. ഇഞ്ചി വെക്കുന്ന പോലെ മഞ്ഞൾ ഒരു വർഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേടായി പോലും കൂടുതലാണ്. നമ്മൾ നട്ടതിലും കൂടുതൽ മഞ്ഞൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മഞ്ഞളാണ് കൂടുതലുള്ളത്. വലിപ്പം കുറച്ച് കുറവാണെങ്കിലും ഇതിന് കാര്യമായ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ കാപ്പിയുടെ ചോലയിലൊക്കെ ഉണ്ടാവുന്നതിന്റെ അത്ര വണ്ണം ഈ മഞ്ഞളും കിട്ടിയിട്ടുണ്ട്. ഏത് കൃഷിയും അത് സ്വന്തമായി ഉണ്ടാവുന്നത് വിളവ് കൂടുതലാണ്. നമ്മളെപ്പോഴും പറയുമല്ലോ, മത്തനായാലും കുമ്പളായാലും ഒക്കെ പടുമുള മുളയ്ക്കുമ്പോൾ വിളവ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ പരിചരിച്ച് വരുന്നതിലും കൂടുതൽ വിളവ് കിട്ടുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്ന കൃഷികളാണ്. അവയ്ക്ക് അസുഖങ്ങളും മറ്റെല്ലാം കുറവായിരിക്കും. അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതിന് എപ്പോഴും കുറച്ച് ക്വാളിറ്റി കൂടുതലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതുകൊണ്ട് ഇത്രയും ഏരിയയിൽ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അത് ഓരോ വർഷം ഉണ്ടാകുന്ന അതിൻ്റെ കട വീതി കൂടി വരുന്നതാണ്. പക്ഷേ ഓരോ വർഷവും കളച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ പഴയ മഞ്ഞൾ നമുക്ക് കിട്ടാതെ വരുന്നുണ്ട്. ഇതിൽ തന്നെ പഴയ മഞ്ഞളൊക്കെ ഇതുപോലെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ നട്ട മഞ്ഞളിൽ കൂടുതൽ വിളവ് കിട്ടിയത് 4-5 കടയിൽ നിന്ന് ഒരു കൊട്ട കിട്ടിയത്. ഇത് നമുക്ക് ഒറ്റ കൂട്ടത്തിൽ നിന്നാണ് ഒരു കൊട്ടയോളം മഞ്ഞൾ കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ ഉണ്ടാവുന്നതിൽ നിന്ന് ഒരു കൊട്ടയാണ് ഒരു കൂട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ മഞ്ഞൾ വെറുതെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കില്ല. നമ്മുടെ തോട്ടത്തിൽ മറ്റു പണികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും. ഇതിന് 1-2 കൂട്ടങ്ങളൊക്കെ ആയിരിക്കും. അതും വിട്ട് ഉണ്ടാവുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കൂടുതലായിട്ട് അങ്ങനെ മഞ്ഞൾ വെറുതെ തോട്ടത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടായാൽ മറ്റ് കൃഷികൾ ചെയ്യുമ്പോഴും മറ്റൊന്ന് വളപ്രയോഗം നടത്തുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനെ നമ്മൾ ഏരിയ ഒന്നും കൂട്ടി വെക്കാത്തത് കൊണ്ട് മണ്ണ് കുറച്ചുകൂടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ ബെഡ് എടുത്ത് നടുമ്പോൾ വേരുകളെല്ലാം പോയതുകൊണ്ട് ഇത് വേരും അതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് മണ്ണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്.
മറ്റേതിൻ്റെ അത്ര ഒരു വൃത്തി ഉണ്ടാവില്ല, ക്ലീൻ ചെയ്യാൻ കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും മഞ്ഞൾ കൂടുതൽ ഇങ്ങനെ ഉണ്ടായ മഞ്ഞളിലാണ്. ഇതുപോലെയുള്ള പൊടിമഞ്ഞൾ നമ്മൾ വെയിലത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഒന്ന് പുഴുങ്ങിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇതുപോലെയുള്ള പൊടിമഞ്ഞൾ. പൊടിയാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാണ്. മഞ്ഞളും ഇഞ്ചിയൊക്കെ ചില ഭാഗത്ത് കുറച്ച് കുറവാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ആ വർഷം ഉണ്ടായ വിളവ് ഏകദേശം സമമായി കിട്ടും. ഇതിപ്പോൾ ഒരു പടുമുള മുളച്ചതിൽ നിന്നാണ് ഒരു കൊട്ട കിട്ടിയിട്ടുള്ളത്. ഒരു ചുവട് പടുമുള മുളച്ചതിൽ നിന്നും ഒരു കൊട്ട കിട്ടിയതുകൊണ്ട് അപ്പുറ സൈഡിൽ നമ്മൾ നട്ടതിൽ കുറച്ച് കുറഞ്ഞാലും ഇവിടെ ഇത്രയും കിട്ടിയതുകൊണ്ട് ഈ വർഷം മൊത്തമായി ഉണ്ടായ വിളവിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. വലിപ്പത്തിലും വണ്ണത്തിലും മാത്രമാണ് നമുക്ക് കുറച്ച് കുറവ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം ഈ ട്രോളി നിറഞ്ഞിട്ടുണ്ട്. ഇതിനി നമ്മുടെ ഫാമിൽ എത്തിക്കണം. നമ്മുടെ ഫാമിന്റെ ഒരു സൈഡിൽ തണലുള്ള സൈഡിലാണ് ഇതെല്ലാം കൊണ്ട് കൂട്ടി വെക്കുന്നത്. നമ്മുടെ ഫാം നിൽക്കുന്നത് തോട്ടത്തിന്റെ മഞ്ഞൾ നട്ട സ്ഥലവും കുറച്ച് ദൂരത്താണ്. അതുകൊണ്ട് ഇത് അങ്ങോട്ട് ഉന്തി കൊണ്ടുപോവുകയാണ്. ഇതിപ്പോ ഇന്ന് രാവിലെ കളച്ചിൽ രണ്ടാമത്തെ ട്രോളിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇതുപോലെ വീടിന്റെ തണലിന്റെ സൈഡിലാണ് ഇതൊക്കെ കൊണ്ട് കൂട്ടുന്നത്. ഇനിയും മഞ്ഞളുകൾ പറിച്ച് കൊണ്ടുവരാനുണ്ട്. അപ്പൊ ആയത് നമ്മൾ ഇതുപോലെ ട്രോളിയിലിട്ട് ഇതിനോട് കൂട്ടുകയാണ്. പ്രാവശ്യം നല്ല വൈകി പറിച്ചതുകൊണ്ടായിരിക്കണം മണ്ണ് തീരെ ഇല്ല, മഞ്ഞളുടെ കുറവാണ്. ഈ മഞ്ഞളുകൾ ഇവിടെ എത്തിക്കാനുണ്ട്. മഞ്ഞളിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ഇത് പറിച്ചെടുക്കുന്നത് അതിന്റെ സമയം കൃത്യമായി നോക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ഇളരാവുള്ള സമയത്ത് ഇത് കളച്ചെടുക്കാൻ പാടില്ല. നിലാവ് പോയ ഉടനെ തന്നെ വേണം ഇതൊക്കെ കളച്ചെടുക്കാൻ. നമ്മളിങ്ങനെ എടുത്തു വെക്കുന്ന നല്ല വിത്തുകളൊക്കെ നിലാവുള്ള സമയത്താണെങ്കിൽ നമ്മൾ കളയ്ക്കുമ്പോഴൊക്കെ നല്ല ഇതായി കിട്ടും. അതിനുശേഷം നമ്മൾ എടുത്തു വെക്കും. നടാൻ വേണ്ടി എടുത്തു വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിത്തുകളെല്ലാം കുത്തിപ്പോയിട്ട് വിത്തെല്ലാം നാശമായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഉണക്കാൻ ഇടുന്നതും പൊടിക്കാനുള്ളതൊക്കെ കുത്തിപ്പോവും. അതുകൊണ്ടാണ് മഞ്ഞളൊക്കെ കളയ്ക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് കുറച്ച് വൈകി, എന്നാലും വീണ്ടും അടുത്ത നിലാവ് വരുന്നതിന് മുന്നായിട്ട് തന്നെയാണ് ഞങ്ങളിതൊക്കെ പറിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി മെയിനായിട്ട് ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഇതിന്റെ പൊടിയാണ് ഞങ്ങൾ വിൽപ്പന നടത്തുന്നത്. വിത്തിനുള്ള ആവശ്യത്തിനുള്ളത് മാറ്റിവെച്ചതിന് ശേഷം വിത്തിന് ആരെങ്കിലും ചോദിച്ചാൽ അതും വിൽക്കാനുണ്ടാവും. അതും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഞങ്ങൾ പൊടിയാക്കുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് നല്ല ഡിമാൻഡാണ്. ഞങ്ങളുടെ ഫാമിൽ ധാരാളം ആളുകൾ മഞ്ഞൾപ്പൊടി ചോദിച്ചു വരാറുണ്ട്. അപ്പം മെയിനായിട്ട് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്, ഒന്ന് ഞങ്ങളുടെ മണ്ണ് നല്ല രീതിയിൽ ഫലപുഷ്ടമാകും, മണ്ണ് നല്ല ക്ലിയറായി കിട്ടാനും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വിൽക്കാനുമാണ് മഞ്ഞൾ കൃഷി മെയിനായിട്ട് ഞങ്ങൾ ഫാമിൽ ചെയ്തു വരുന്നത്.